ഹലോ, ഇന്നത്തെ വർക്ക് ഈ ഒരു ഷർട്ടിലാണ്. ഇപ്പോൾ ഗേൾസിൻ്റെ മാത്രമല്ല ബോയ്സിൻ്റെ ഡ്രസ്സിലായാലും എവിടെ നോക്കിയാലും ഹാൻഡ് വർക്കും അതുപോലെ തന്നെ എംബ്രോയ്ഡറി ഒക്കെ ആയിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലുള്ളൊരു വർക്കാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഷർട്ടിൻ്റെ ചെസ്റ്റ് പോർഷനിലായിട്ട് ബീഡ്സ് വർക്ക് അല്ലെങ്കിൽ എംബ്രോയ്ഡറി, ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. ഞാനെന്തായാലും ഇവിടെ ബീഡ്സ് വർക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഇതാ പാറ്റേണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മിനി കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഓവൽ ഷേപ്പിൽ വരുന്ന ഫ്ലെക്സിബിൾ ഹൂപ്പാണ് ഞാൻ ഇതിന് ഫ്രെയിമായിട്ട് സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ആ ഒരു പാറ്റേണും കൂടെ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ പാറ്റേൺ പിൻട്രസ്റ്റ് നോക്കിയിട്ട് ചെറിയൊരു റെഫറൻസ് ഒക്കെ എടുത്തിട്ട് അതിൽ എൻ്റേതായ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അങ്ങനെ വരച്ചെടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പം അത് നമുക്ക് ഇതുപോലെ കാർബൺ പേപ്പർ വെച്ചിട്ടൊന്ന് ട്രേസ് ചെയ്തെടുക്കണം. നമ്മൾ ഷർട്ടിൻ്റെ ഒരു പോർഷനിൽ മാത്രമായിട്ടാണല്ലോ വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അവിടെ മാത്രമായിട്ട് റൗണ്ട് ഹൂപ്പ് വെച്ച് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹൂപ്പ് സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളിതുപോലെ ഫ്രെയിമിൽ ഷർട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്തെടുക്കാം. ഇതൊരു 7 ഇയേഴ്സ് ഏജ് വരുന്ന ബോയ്സിൻ്റെ സൈസിലുള്ള ഷർട്ടാണ്. അപ്പം ഷർട്ട് ആൻഡ് പാൻറ്റ് നമ്മൾ പുറത്ത് ഷോപ്പിലൊക്കെ കൊടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൽ ഹാൻഡ് വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ലീഫും അതിൻ്റെ സ്റ്റെമ്മൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് കളർ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോയിൽ അത്ര വ്യക്തമായിട്ട് കാണുന്നില്ല, എന്നാലും കളറ് ചെറുതായിട്ട് ചെറിയ ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. ഒന്ന് ലൈറ്റ് ഷെയ്ഡും അതുപോലെ തന്നെ ഒന്ന് ഡാർക്ക് ഷെയ്ഡും ആണ് വരുന്നത്. അപ്പം വീഡിയോയിൽ അത്ര വ്യക്തമായിട്ട് അത് കാണുന്നില്ല. അപ്പോൾ ലീഫും ബാക്കിയുള്ള സ്റ്റെമ്മൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സെൻറ്ററിലായിട്ട് ഒരു ഫ്ലവർ വരുന്നുണ്ട്, അതും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറിയൊരു വൈറ്റ് ഹാഫ് ബീഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് അതാ കുറച്ച് സീക്വൻസ് അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷർട്ടിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റിലൂടെ അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കസ്റ്റമൈസ്ഡ് വർക്ക് നിങ്ങൾക്കും ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.